അല്ലെങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറേ നാളുകൊണ്ട് പ്ലാൻ ചെയ്ത് നടത്തുന്ന കാര്യങ്ങളെക്കാളും സക്സസ് ആവുന്നത് ഇന്നോ ഇന്നലെയൊക്കെ പെട്ടെന്ന് തീരുമാനിച്ചിട്ട് നടത്തുന്ന കുറേ കാര്യങ്ങളായിരിക്കും. അങ്ങനെ പെട്ടെന്ന് തീരുമാനിച്ചതായിരുന്നു ഈ ഒരു ബർത്ത്ഡേ സർപ്രൈസും. ടൈമിംഗ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി എന്നതൊഴിച്ചു കഴിഞ്ഞാൽ സംഭവം വൻ ഹിറ്റ് തന്നെയായിരുന്നു. ഇത്തവണ ചെറിയൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിരുന്നതിൽ നിന്നാണ് ഇത്രയും വലിയൊരു കൂട്ടം സദ്യയും ഒരു കേക്കും ഒക്കെ പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്തത്. ഇതെൻ്റെ നാത്തൂൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ സർപ്രൈസ് ആയിരുന്നു. പുള്ളിക്കാരത്തിക്ക് പൈനാപ്പിൾ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് എന്നാൽ പിന്നെ കേക്ക് പൈനാപ്പിൾ ആക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. തലേന്ന് തന്നെ കേക്ക് ഉണ്ടാക്കി ഫ്രോസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞ് സെറ്റാക്കി വെച്ചു. കൂടെ ചെറിയൊരു സദ്യയും കൂടെ ഒരുക്കാം എന്ന് പ്ലാൻ ചെയ്തിരുന്ന അമ്മയോട് 23ാമത്തെ ബർത്ത്ഡേ അല്ലേ, എങ്കിൽ 23 കറികളുള്ള ഒരു സദ്യ ഉണ്ടാക്കാവോ എന്ന് ചോദിച്ചപ്പോൾ കണ്ണും പൂട്ടി യെസ് പറഞ്ഞു. രാവിലെ കുറച്ച് കിച്ചണിൽ ഹെൽപ്പ് ചെയ്തതിന് ശേഷം ബാക്കി ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനം വാങ്ങിക്കാനായിട്ട് പോയി. ചൂടൊക്കെ കൂടുതലായതുകൊണ്ടായിരിക്കും ഇതുപോലെ 6 ബലൂൺ ഒറ്റയടിക്ക് പൊട്ടിപ്പോയി. പിന്നെ ഏറ്റവും കൂടുതൽ സമയം പോയൊരു പരിപാടിയായിരുന്നു ഇത്. സംഭവം നിവർത്തിയെടുത്താൽ നല്ല രസമാണെങ്കിലും ഇത് നിവർത്തിയെടുക്കാൻ നല്ല പാടായിരുന്നു. എങ്ങനെയൊക്കെ കുറേ നേരം കഷ്ടപ്പെട്ട് സംഭവം നിവർത്തിയെടുത്ത് ഭിത്തിയിലൊട്ടിച്ച് വെച്ചു. പിന്നീടുള്ള ടാസ്ക് എങ്ങനെയെങ്കിലും ബർത്ത്ഡേ ഗേളിനെ വീട്ടിൽ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. തലേന്ന് തന്നെ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞൊപ്പിച്ച് വീട്ടിൽ വരേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റാക്കിയിരുന്നു. എങ്കിലും അവിടെ ഇവിടെയും എന്തൊക്കെയോ ടൈമിങ്ങിലൊക്കെ പ്രശ്നം വന്ന് കുറച്ചങ്ങോട്ടങ്ങ് നീങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും എത്ര കഷ്ടപ്പാടാണെന്ന് പറഞ്ഞാലും നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ അത്ര ഇഷ്ടപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിലുപരി അവരുടെ സന്തോഷം കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതല്ലേ ഏറ്റവും വലുത്. എന്നെ സംബന്ധിച്ച് ഞാൻ സർപ്രൈസുകൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളും അതുപോലെ തന്നെ തിരിച്ച് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളുമാണ്. എന്നാൽ എപ്പോഴും നമുക്കത് കൊടുക്കാൻ പറ്റണമെന്നുമില്ല, തിരിച്ച് നമുക്കത് കിട്ടണമെന്നുമില്ല. പക്ഷെ പറ്റുമ്പോഴൊക്കെ മറ്റുള്ളവരെ ഹാപ്പി ആക്കാനും സ്വയം ഹാപ്പി ആവാനും നമ്മൾ ശ്രമിക്കുന്നത് നല്ലതാണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ അപർണ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഊണിലേക്ക് കടക്കാം. സംഭവം 23 കൂട്ടം കറികളൊക്കെ ഒരു ആവേശത്തിന് ഉണ്ടാക്കിയെങ്കിലും നമ്മളിൽ ആരും അത്ര വലിയ ഫുഡീസ് ഒന്നുമല്ല. ഉപ്പേരി, ഇരുമ്പുളി അച്ചാർ, നാരങ്ങ അച്ചാർ, മാങ്ങ അച്ചാർ, ഇഞ്ചിക്കറി, ഇഞ്ചിപ്പുളി, ബീട്രൂട്ട് പച്ചടി, മധുരപ്പച്ചടി, വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, ക്യാബേജ് തോരൻ, ചമ്മന്തി, അമരപ്പയർ കൊണ്ടാട്ടം, അവിയൽ, മസാലക്കറി, സോയാബീൻ മസാല, വഴുതനങ്ങ ഫ്രൈ, പിന്നെ ചോറ്, പരിപ്പ് കറി, പപ്പടം, സാമ്പാർ, മോര്, പായസം ഉൾപ്പെടെ 23 കൂട്ടമുള്ള ഒരു ചെറിയ വലിയ സദ്യ. തിക്കും തിരക്കും കഷ്ടപ്പാടും വിഷമവും പരിഭവവും ഒക്കെയുള്ള ഈ ചെറിയ ജീവിതത്തിൽ വല്ലപ്പോഴും ഇങ്ങനെ സന്തോഷിക്കാൻ ചില അവസരങ്ങൾ നമ്മളായി തന്നെ കണ്ടെത്തണം. അവസാനം വരെ ഓർത്തിരിക്കുക.